നല്ലൊരു കുടുംബിനി എന്നുള്ള ലേബലോ, അല്ലെങ്കിൽ നല്ല അമ്മ എന്നുള്ള ലേബലോ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടമില്ലാത്ത ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ ഒരു ദിവസം മടുത്തു തുടങ്ങും കേട്ടോ. അതുകൊണ്ട് ആ ഉള്ളൊരു ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഞങ്ങളുടെ ഒരു സൺഡേ ആണ്. ഞാനും സ്ലീവാച്ചിനും നിമ്മയും കൂടെയാണ് ഇന്ന് പള്ളിയിൽ പോയത് കേട്ടോ. വണ്ടി കയറിയപ്പോൾ ഊബറുകാരനായിട്ട് വർത്താനം പറഞ്ഞിട്ട് സ്ഥലം തെറ്റിപ്പോയി ട്ടോ. വേറെ എവിടേക്കോ ചെന്നിട്ട് വീണ്ടും തിരിച്ച് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് പള്ളിയിലെത്തിയത്. ഈ ഡ്രസ്സ് എനിക്ക് സുബിന് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് കേട്ടോ. വന്നപ്പോൾ നിങ്ങളെ കാണിക്കാൻ കുറച്ച് പ്രഹസനം കാണിച്ചു എന്നേ ഉള്ളൂ. കുറച്ച് നേരം സ്ലീവാച്ചിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് ദേ എണീറ്റ് കേട്ടോ. ഇന്നെൻ്റെ ഓഫ് ഡേ ആയതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തുണ്ടാക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. കറിക്കെടുത്തപ്പോൾ മിച്ചം വന്ന കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടി നമുക്കിന്നൊരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. പേരൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ ഇതിന് പേരിടുന്ന നല്ലൊരു പേരിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് എന്തായാലും ലിസ്റ്റ് വന്ന് ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരാൾക്ക് ചെറിയൊരു ഗിഫ്റ്റും കൂടെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇത് തമാശയല്ല കേട്ടോ. അപ്പോൾ ഇടുന്ന പേര് നല്ല രസമുള്ള പേരുകളായിരിക്കണം എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതേണ്ട് നമ്മുടെ സ്നാക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. കൈ കിട്ടി എന്തൊക്കെയോ സാധനങ്ങൾ വാരിയിട്ട് കേട്ടോ. മിച്ചം ഉണ്ടായിരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പയറ്, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു. പിന്നെ തേങ്ങ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി തേങ്ങ ഞാൻ ചേർത്തു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ എന്താ ആഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ കുറച്ച് റാഗി പൗഡർ കൂടെ ആഡ് ചെയ്ത് കേട്ടോ. എന്താ കാണിക്കുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ ഇത്ര ആയപ്പോൾ തന്നെ ഇതിന് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നടാ. സത്യം പറഞ്ഞാൽ പൊട്ടക്കണ്ണ മാവേ എറിഞ്ഞ അവസ്ഥയായിരുന്നു എനിക്ക് കേട്ടോ. ഇതിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ഓർത്ത് ഉരുട്ടിയിട്ട് ചുമ്മാ ഒന്ന് വെക്കാമെന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഉരുട്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അത് അങ്ങനെ തന്നെ കഴിക്കാം, അത്രയും ടേസ്റ്റ് ആയിരുന്നു. എങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയും കൂടെ ഞാനൊന്ന് ആവിയും കൂടെ കയറ്റിയെടുത്തേ. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമ്മൾ അങ്ങനെ ആക്കി അതിൻ്റെ കൂടെ ഞാൻ ചായയും കൂടി ഇട്ടേ. അങ്ങനെ ഇത് വെന്ത് വന്നപ്പോഴേ നല്ല സൂപ്പർ മണവും അതുപോലെ തന്നെ ടേസ്റ്റും സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ശ്രീവാച്ചൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇതുണ്ട് എന്നെ ഒന്ന് ഉമ്മ തന്ന് സ്നേഹിച്ച കേട്ടോ. പാവത്തിൻ്റെ മൂക്കയിൽ എന്നെ മൂക്കൂത്തി കൊണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കരഞ്ഞു കേട്ടോ പാവം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് സ്നേഹിക്കാൻ വരും. സ്നേഹിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊള്ളു കേട്ടോ. മൂക്കുത്തി ഊരി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഹോൾ അടഞ്ഞു പോകത്തില്ലേ എന്ന് ഓർത്തിട്ടാണ് അത് ഊരാത്തത് കേട്ടോ. ഇനി നമുക്ക് ചായ കുടിക്കാം കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ചായ എനിക്ക് നല്ല കടുപ്പത്തിൽ കുടിക്കാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൂടെ പറയണേ. അങ്ങനെ ദേ എൻ്റെ ചായയും ഇതുമൊക്കെ ആയിട്ട് നിമ്മിക്കും കൊണ്ട് കൊടുക്കാം. പിന്നെ സുബിനും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് ഇത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ദേ ഞാൻ ചായ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് കഴിച്ചും കൂടെ നോക്കട്ടെ. ഓ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിനിപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയോ വാരി ഇട്ടിട്ട് ഇത്രയും രുചിയോ. ഇതിനൊരു പേരിടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.